മലയാളികളുടെ പ്രിയങ്കരി ബാലതാരമായി സിനിമയിൽ എത്തുന്നത് മുതൽ ഇപ്പോൾ വരെയുള്ള മലയാളികൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന താരമാണ് കാവ്യ മാധവൻ. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് നടി നായികയായി വന്നത്. പിന്നീട് മലയാള സിനിമയിലെ നായിക സങ്കല്പമായി മാറുകയായിരുന്നു. 2 പതിറ്റാണ്ടോളം മലയാളത്തിലെ മുൻനിര നായികയായി തന്നെ ജീവിച്ചു. മുൻനിര നായകന്മാരോടൊപ്പം അഭിനയിക്കുവാൻ ഭാഗ്യം ലഭിച്ച താരം കൂടിയാണ് കാവ്യ. പൂക്കാലം വരവായി എന്ന ചിത്രത്തിലൂടെയാണ് കാവ്യ തന്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നതെങ്കിലും മമ്മൂട്ടിയുടെ അഴകിയ രാവണൻ എന്ന ചിത്രത്തിലൂടെയാണ് കാവ്യയെ എല്ലാവരും ശ്രദ്ധിക്കുന്നത്. ഭാനുപ്രിയയുടെ കുട്ടിക്കാലമാണ് നടി അവതരിപ്പിച്ചത്. തുടർന്ന് ലാൽ ജോസ് സംവിധാനം ചെയ്ത ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് കാവ്യ നായിക അരങ്ങേറ്റം കുറിക്കുന്നത്. ഏറെ വിവാദങ്ങൾക്ക് ശേഷം 2016 കാവ്യ ദിലീപിനെ വിവാഹം കഴിക്കുന്നത്. മലയാളത്തിലെ ഏറെ ചർച്ചയാകുന്ന വിവാഹമായിരുന്നു അത്. അവസാന നിമിഷം ദിലീപായിരുന്നു വിവാഹകാര്യം പരസ്യമാക്കിയത്. 2018 ദിലീപിനും കാവ്യയ്ക്കും മഹാലക്ഷ്മി എന്ന മകൾ പിറന്നു. മകളുടെ കാര്യങ്ങളുമായി ഒതുങ്ങിക്കൂടാനായിരുന്നു കാവ്യയ്ക്ക് ഇഷ്ടം. മലയാളത്തിന്റെ പ്രിയ കലാകാരി എന്തുകൊണ്ടാണ് സിനിമയിലേക്ക് തിരിച്ചു വരാത്തത് എന്നത് സംബന്ധിച്ച് ആരാധകർ നിരന്തരം ദിലീപിനോട് ചോദ്യങ്ങൾ ഉയർത്തിയെങ്കിലും മകളുടെ കാര്യങ്ങൾ നോക്കുന്ന തിരക്കിലാണ് അവൾ എന്നാണ് ദിലീപ് വ്യക്തമാക്കിയത്. മകളുടെ ജനനത്തിന് ശേഷം പൊതുവേദികളിലും കാവ്യ സജീവമായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ 2 വർഷത്തോളമായി അവർക്കൊപ്പം ദിലീപും പൊതുവേദിയിൽ പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല തന്റെ വസ്ത്രവ്യാപാര സ്വപ്നത്തിന്റെ മോഡലായും കാവ്യ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നുണ്ട്. എത്രയൊക്കെ സിനിമകളിൽ നിന്നും മാറി നിന്നാലും കാവ്യയുടെയും മകൾ മഹാലക്ഷ്മിയുടെയും വിശേഷങ്ങൾ അറിയാൻ ആരാധകർക്ക് എന്നും ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ ആകാംക്ഷയുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇരുവരുടെയും ഒന്നിച്ചുള്ള ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്ന് വൈറലാകുന്നത്. ഇപ്പോഴിതാ മഹാലക്ഷ്മിയുടെയും താരത്തിന്റെയും ചിത്രമാണ് ശ്രദ്ധ നേടുന്നത്. മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ണിക്കൊപ്പമാണ് കാവ്യയും മകളും പോസ് ചെയ്തിരിക്കുന്നത്. തങ്ങളുടെ പ്രിയ താരങ്ങളുടെയും താരപുത്രിയെയും കണ്ടതിന്റെ സന്തോഷം ആരാധകർ പങ്കുവെക്കുകയാണ്. കാവ്യയെ പോലെ തന്നെ അതീവ സുന്ദരിയാണ് മഹാലക്ഷ്മി എന്നാണ് ചിലർ കമന്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അമ്മ എന്ന പവിത്രമായ നാമം ഒരു സ്ത്രീക്കും പ്രസവിച്ചതുകൊണ്ട് മാത്രം നേടാനാകില്ല എന്നതാണ് മറ്റൊരു കമന്റ്. എന്നാൽ പതിവ് പോലെ തന്നെ കാവ്യയ്ക്കും മകൾക്കുമെതിരെ അധിക്ഷേപവും വരുന്നുണ്ട്. നീചമായ ഭാഷയിലാണ് ചിലർ കാവ്യയെയും കുഞ്ഞിനെയും വിമർശിക്കുന്നത്. മഞ്ജു വാര്യരുടെ ജീവിതം തകർത്തു എന്നാണ് ചിലരുടെ കുറ്റപ്പെടുത്തൽ. എന്നാൽ കുഞ്ഞിനെ പോലും വെളുപ്പിക്കാതെ കാവ്യയെ പിന്തുണയ്ക്കുന്നവരുടെ ചോദ്യവുമുണ്ട്. ലോകത്ത് ആദ്യമായി ഡിവോഴ്സ് ചെയ്ത 2ാം വിവാഹം ചെയ്യുന്ന ആളല്ലല്ലോ കാവ്യ എന്ന് ആരാധകർ മറുപടിയും നൽകുന്നുണ്ട്. സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ണി PS ആണ് ഇപ്പോൾ കാവ്യയ്ക്ക് മേക്കപ്പ് ചെയ്യുന്നത്. കാവ്യയുടെ വിവാഹത്തിന് മേക്കപ്പ് ചെയ്യുന്നതും ഉണ്ണി തന്നെയാണ്. ഇരുവരും അടുത്ത സുഹൃത്തുക്കളാണ്. കാവ്യയുടെ ഫീച്ചേഴ്സ് അടിപൊളിയാണ്. കാവ്യ മാധവനെ മേക്കപ്പ് ചെയ്യാനാണ് തനിക്ക് കൂടുതൽ ഇഷ്ടമെന്ന് ഉണ്ണി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. വിവാഹത്തിന് മുൻപേ ഞങ്ങൾ കൂട്ടുകാരായിരുന്നു. കാവ്യയ്ക്ക് ആഗ്രഹമായിരുന്നു ഞാൻ തന്നെ വിവാഹത്തിന് മേക്കപ്പ് ചെയ്യണമെന്നത്. കാവ്യയുടെ വിവാഹം തന്നെയാണ് എനിക്ക് കരിയറിലെ ബ്രേക്ക് ആയത്. കാവ്യയുടെ വിവാഹം ചെയ്ത ആള് എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്. ഇപ്പോൾ മേക്കപ്പിലും ജീവിതത്തിലും പ്രൊഫഷണൽ പ്രാധാന്യം നൽകുന്ന ആളാണ് കാവ്യ. ഒരു സൂചിയാണെങ്കിലും എടുത്ത സ്ഥലത്ത് വെക്കും. കണ്ണെഴുതുന്നതും അല്പം പോലും മാറാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഐ മേക്കപ്പ് സ്വന്തമായി ചെയ്യാവുന്ന രീതിയാണ് അവർക്കുള്ളത്. എന്നാൽ തന്നോട് ചെയ്തോ എന്ന് പറഞ്ഞു. അത് കാവ്യയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ സ്ഥിരമായി തന്നെ മേക്കപ്പിന് വിളിക്കുകയും ചെയ്തു. ഇതിനിടെ കാവ്യയുടെ കുടുംബവുമായി താൻ അടുക്കുകയും ആത്മസൗഹൃദവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. കല്യാണ ദിവസം നല്ല ടെൻഷൻ ആയിരുന്നു. കാവ്യയും ദിലീപേട്ടനുമായുള്ള കല്യാണമാണ്. ഞാനാണ് ആദ്യം പോയി റൂം എടുക്കുന്നത്. എന്റെ സ്റ്റാഫുകളൊന്നും കല്യാണത്തെ കുറിച്ച് അറിഞ്ഞിട്ട് പോലുമില്ല. ഷൂട്ടാണെന്ന് പറഞ്ഞാണ് ഞാൻ അവരെ കൊണ്ടുപോയത്. കാവ്യയും ബന്ധുക്കളും പുറത്തു നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ട് സ്റ്റാഫുകൾ വിചാരിച്ചത് ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് എന്നാണ്. അടുത്ത മേക്കപ്പ് ഇപ്പോൾ വേണ്ട, മെയിൻ ആർട്ടിസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മതി എന്നാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് ദിലീപേട്ടൻ മാലയും ബൊക്കയുമായി വന്നു. അപ്പോൾ ഞാൻ പറയട്ടെ എന്ന് കാവ്യ ചോദിച്ചു. അങ്ങനെ പറഞ്ഞു. എല്ലാവർക്കും ഭയങ്കര ഷോക്കായിരുന്നു അത്. സാരി ഉടുപ്പിക്കാൻ ഇൻഡസ്ട്രിയിലുള്ള ബെൻസി ചേച്ചിയെയാണ് ഏൽപ്പിച്ചത്. ഷൂട്ട് എന്ന് കരുതി അവർ ആദ്യം സൽവാർ ഇട്ട് ഷൂട്ട് ചെയ്തു. ഉച്ചയാകുമ്പോഴേക്കും എത്തിയേക്കാം എന്ന് പറഞ്ഞു. പക്ഷെ പുള്ളിക്കാരിയും വന്നില്ല. പിന്നെയാണ് കല്യാണമാണെന്ന് അവർ അറിയുന്നത് എന്നാണ് ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ ഉണ്ണി PS പറഞ്ഞത്. ആദ്യ വിവാഹ ബന്ധം വേർപിരിഞ്ഞ ശേഷമാണ് ദിലീപും കാവ്യയും ഒന്നിക്കാനുള്ള തീരുമാനമെടുക്കുന്നത്. ഇവരുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി കൈയടിച്ചവരെല്ലാം ആഘോഷമാക്കിയ വിവാഹമായിരുന്നു ഇത്. 2016 നവംബർ 25 ആയിരുന്നു ഇവരുടെ വിവാഹം. വിവാഹത്തിന്
ഏതാനും മണിക്കൂറുകൾക്ക് മുൻപേ മാത്രമാണ് ഇവർ വിവാഹിതരാകാൻ പോകുന്നു എന്ന വിവരം പുറം ലോകം അറിയുന്നത്. ഒന്നിച്ച് അഭിനയിച്ചിരുന്ന കാലം മുതൽ കാവ്യ ബന്ധം വലിയ ഗോസിപ്പായി നിലനിന്നിരുന്നു എങ്കിലും ദിലീപ് തീർത്തും അപ്രതീക്ഷിതമായായിരുന്നു ഇങ്ങനെ ഒരു കാര്യം വെളിപ്പെടുത്തിയത്. സിനിമാ പ്രേക്ഷകർ കണ്ട അതേ കെമിസ്ട്രി ജീവിതത്തിലും നിലനിൽക്കുന്നു, മുന്നോട്ടു പോകുന്നു എന്ന് കരുതുന്നു.